ഏറ്റവും പുതിയ ഒരു വാർത്തയിലേക്ക്. കോട്ടുക്കൽ മഞ്ഞിപ്പുഴ ദേവീക്ഷേത്രത്തിലെ RSS ഗണഗീതാലാപനത്തിൽ പ്രാദേശിക RSS നേതാക്കളെ കക്ഷി ചേർക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. ക്ഷേത്ര പരിസരത്ത് കായിക ആയുധ പരിശീലനം നടത്തിയവരെയും കക്ഷി ചേർക്കും. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെതാണ് ഇടക്കാല ഉത്തരവ്. വിവരങ്ങളുമായി സലീം മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേരുക. സലീം മുഹമ്മദ്, ഹിന്ദുമത വിശ്വാസികളുടെ ചെലവിൽ ക്ഷേത്രങ്ങളെ ആയുധപ്പുരകളാക്കാനും അതോടൊപ്പം തന്നെ വർഗീയ സംഘർഷത്തിനുള്ള വേദിയാക്കാനും ശ്രമിച്ച RSSന്റെ നിലപാടുകൾ, അതാണ് ഗണഗീതാലാപനത്തിലൂടെ പുറത്തു വരികയും ചെയ്തത്. എന്താണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന മറ്റു കാര്യങ്ങൾ? ഒരു പശ്ചാത്തലം ഇങ്ങനെയാണ്. കോട്ടുക്കൽ മഞ്ഞിപ്പുഴ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ RSSന്റെ ഗണഗീതം പാടി അത് വിവാദമായിരുന്നു. ഒപ്പം ക്ഷേത്ര പരിസരത്ത് RSSന്റെ കൊടിതോരണങ്ങൾ സ്ഥാപിച്ചു. ഇതിനൊക്കെതിരെ പരാതി ഉയരുകയും ദേവസ്വം ബോർഡും പോലീസും ഒക്കെ നടപടികളിലേക്ക് കടക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോഴാണ് ഒരു ഹർജി ഹൈക്കോടതിയിൽ എത്തുന്നത്. ഇത്തരത്തിൽ RSSന്റെ ഗണഗീതം പാടുന്നതും ക്ഷേത്ര പരിസരത്ത് RSSന്റെയും മറ്റും കൊടിതോരണങ്ങൾ ഉപയോഗിക്കുന്നതും ഇതൊക്കെ ഒരു ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജിയാണ്. അതേ ക്ഷേത്രത്തിലെ ആ ഭാഗത്ത് താമസിക്കുന്ന ഒരു വിശ്വാസിയായ പ്രതിൻ രാജ് എന്നൊരാൾ ഹർജിയുമായി കോടതിയിൽ എത്തിയത്. ഒപ്പം അദ്ദേഹത്തിന്റെ ഒരു ആവശ്യം, ക്ഷേത്ര പരിസരത്ത് കായിക ആയുധ പരിശീലനം നടത്തുന്നുണ്ട്, ഇതിലും ഇടപെടൽ നടത്തണം എന്നൊരു ആവശ്യമുണ്ട്. ആ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് കോടതി എതിർകക്ഷികൾക്ക് കഴിഞ്ഞ ദിവസം നോട്ടീസ് അയച്ചിരുന്നു. ഒപ്പം തന്നെ ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് ഈ പ്രാദേശിക RSS നേതാക്കളെ കക്ഷി ചേർക്കാം എന്നുള്ളതാണ്. അതൊരു സുപ്രധാനമായ നടപടിക്രമമാണ്. അതായത് ക്ഷേത്ര പരിസരത്ത് കായിക ആയുധ പരിശീലനം നടത്തുന്നു എന്ന പരാതിയിൽ എന്താണ് ഇവരുടെ നിലപാട് എന്നറിഞ്ഞതിന് ശേഷം കോടതി തുടർ നടപടികളിലേക്ക് കടക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2-3 ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിച്ചിരുന്നത്. ഈ ക്ഷേത്രോത്സവത്തിനോടനുബന്ധിച്ച് RSSന്റെ ഗണഗീതം പാടിയെ സംബന്ധിച്ച് നടപടി വേണം. കൊടിതോരണങ്ങൾ ക്ഷേത്ര പരിസരത്ത് ഉയർത്തിയെ സംബന്ധിച്ച് നടപടി വേണം. ഒപ്പം ക്ഷേത്ര പരിസരത്തിലും ആയുധ പരിശീലനം അല്ലെങ്കിൽ കായിക പരിശീലനം ഒക്കെ നടത്തുന്ന പതിവായി സംഭവിക്കുന്നുണ്ട്. അതിൽ കോടതിയുടെ ഇടപെടൽ വേണം എന്നുള്ളതാണ്. അപ്പോഴാണ് ഈ എതിർകക്ഷികളാക്കി RSSനെ ഉൾപ്പെടുത്തുകയും RSSന്റെ പ്രാദേശിക നേതാക്കളെ കക്ഷി ചേർക്കുകയും കോടതി ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അവരുടെ വാദം, അവരുടെ നിലപാട് കോടതിയിൽ പറയേണ്ടി വരും എന്നുള്ളതാണ്. കോടതി അക്കാര്യത്തിൽ തുടർ നടപടികൾ എന്ത് സ്വീകരിക്കും എന്നുള്ളതും അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ടതാണ്. ശരി, സലീം മുഹമ്മദാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. RSSന്റെ ഗണഗീതാലാപനം നടത്തിയ വിഷയത്തിൽ RSS പ്രാദേശിക നേതാക്കളെ കക്ഷി ചേർക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം.